ഹായ് ഓൾ, അസ്സാം വലൈക്കും. ഇന്നുണ്ടല്ലോ രാവിലെ തന്നെ ഞാനും എൻ്റെ പെങ്ങളും കൂടിയിട്ട് ടൗണിലേക്ക് ഒന്ന് ഇറങ്ങിയതായിരുന്നു. നമുക്ക് ബാങ്കിൽ പോകണം, പിന്നെ കുറച്ച് പണി കൂടിയുണ്ട്. അപ്പോൾ നമ്മളെ പണിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് ഞാനൊരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു പല്ല് ഡോക്ടറെ കാണുക എന്നുള്ളത് നിർബന്ധമാണല്ലോ. ഒരു കുഴപ്പമില്ലെങ്കിലും ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് വെറുതെ ഒന്ന് ചെക്ക് ചെയ്യാനെങ്കിലും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്ന് നമ്മളൊരു നാരങ്ങ സോഡ എല്ലാം കുടിച്ച് പിന്നെ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇത് ഹസിൻ്റെ വീടാണ് കേട്ടോ. പിന്നെ നമ്മളിതാ വൈകിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനുണ്ടായിരുന്നു കല്യാണത്തിൻ്റെ ഡ്രസ്സെല്ലാം. ഓൾമോസ്റ്റ് ഷോപ്പിംഗ് എല്ലാം നമ്മൾ കഴിഞ്ഞിട്ടാണ് വന്നതെങ്കിലും പിന്നെ ഈ നമ്മൾ മൈലാഞ്ചിൻ്റെ തലേന്ന് അരികുത്തിച്ചേരൽ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഡ്രസ് കോഡെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ലേഡീസ് എല്ലാം പേസ്റ്റൽ കളർ സാരി, കുട്ടികൾക്കെല്ലാം ധാവണി, അതായിരുന്നു പ്ലാന്. അപ്പോൾ എൻ്റെ രണ്ടാളെയും ധാവണിയൊന്നും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. തുണിയെല്ലാം ഇവർ ആദ്യം വാങ്ങിച്ച് വെച്ചിന്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. പിന്നെ അവരുടെ ഷോപ്പിംഗ് എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞതാണ്. അപ്പോൾ അതുമെല്ലാം ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിതാ മോളതാണല്ലോ കല്യാണം. അപ്പോൾ ഓള് 4 ദിവസത്തെ പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ഡ്രസ്സും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി പിന്നെ തുന്നാൻ കൊടുക്കാനുള്ളതെല്ലാം എടുത്ത് മാറ്റി വെച്ച് ഇനി വൈകിട്ട് ഒന്നുകൂടി ഇറങ്ങണം. അത് പിന്നെ എന്തായാലും തീരൂല, ഡെയിലി ഇങ്ങനെ പോക്കും വരുത്തലും ഉണ്ടാവും. പിന്നെ എനിക്ക് തോന്നുന്നു ഷോപ്പിംഗ് ആയിരിക്കും ഏറ്റവും കൂടുതൽ പണിയുള്ളതൊരു കല്യാണം വരുമ്പോൾ. പിന്നെ നമ്മൾ ലഞ്ചെല്ലാം കഴിഞ്ഞ് പിന്നെ ഗസ്റ്റെല്ലാം വന്നതിനു പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് ചായ ഒക്കെ കുടിച്ച് പിന്നെ ഇവിടുന്ന് തന്നെ ഡിന്നറെല്ലാം കഴിഞ്ഞ് പാതിരാത്രി ഒരു മൂവിയെല്ലാം കണ്ടിട്ടാണ് നമ്മൾ കണ്ണൂർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അതെപ്പോഴും അങ്ങനെ തന്നെ. രാത്രി എന്താ പറയുക, രാവിലെ ഇറങ്ങും, പിന്നെ രാത്രി കിടക്കാൻ നേരമായിരിക്കും വീട്ടിലേക്ക് എത്താൻ. പിന്നെ പിറ്റേന്ന് രാവിലെയായി എൻ്റെ പതിവ് എന്താ പറയുക കലാപരിപാടികൾ തന്നെ. ചായ ഉണ്ടാക്കുക, റീലെടുക്കുക, പുറത്തെല്ലാം ഒന്ന് നടക്കുക. വേറെ കുക്കിംഗ് ഒന്നും ഇല്ല, ചായ മാത്രമേ ഉള്ളൂ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്ത് അത് കൊണ്ടുവന്നിട്ടുണ്ട്. കുട്ടികളൊന്നും എണീച്ചിട്ടില്ല, നമ്മൾ രണ്ടാളേ ഉള്ളൂ. അങ്ങനെ ഫുഡെല്ലാം വിളമ്പി അതൊക്കെ കഴിച്ച് പിന്നെ എന്താ പറയുക, പിന്നെ പോകാനുള്ള തിരക്കായിരിക്കും. വീണ്ടും ഇസ്തിരി ഇടുക, മേലെ കയറി ഇസ്തിരി ഇട്ട് കുളിച്ച് മാറ്റി, ഇതൊക്കെ തന്നെ ഫുള്ള് ബിസി തന്നെ. പിന്നെ തലേന്ന് ഉണ്ടാക്കി വെച്ച ജ്യൂസ് ഉണ്ടല്ലോ, ലാസ്റ്റ് വീഡിയോ കണ്ട് എനിക്ക് മനസ്സിലാവും. അപ്പോൾ അതെല്ലാം നല്ലോണം തണുത്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് ഒഴിച്ചു കുടിച്ചു. പിന്നെ എന്തെങ്കിലുമായിട്ട് തിരക്കുണ്ടാവും, എവിടെയെങ്കിലും പോകാനുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും ഗസ്റ്റൊക്കെ വരും. അപ്പോൾ നമ്മളിങ്ങനെ 2-3 കസിൻസിൻ്റെ വീട്ടിലെല്ലാം പോകാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് ഇറങ്ങി തിരിച്ച് വരുമ്പോൾ നല്ല ഫ്രൂട്ട്സൊക്കെ കണ്ടിട്ട് അതൊക്കെ വാങ്ങി. വേറെ പണിയൊന്നും ഇല്ലെങ്കിലും ഫ്രൂട്ട്സ് എല്ലാം വാങ്ങി ജ്യൂസ് ഉണ്ടാക്കി വെക്കും കേട്ടോ. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്കെന്തെങ്കിലും ഗസ്റ്റൊക്കെ വരും, പിന്നെ നമുക്കും കുടിക്കാമല്ലോ. പിന്നെ ഇലക്ഷൻ്റെ ജാഥയെല്ലാം പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഇതെല്ലാം കാണുന്നത്. അപ്പോൾ അതൊക്കെ കണ്ട് അവരെല്ലാം വീഡിയോ എടുത്ത് നോക്കിയിരുന്നു. പിന്നെ ഹസിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ നിന്ന് ലഞ്ചെല്ലാം കഴിഞ്ഞ് എല്ലാവരും കൂടി വൈകിട്ട് ജ്വല്ലറിയിലേക്ക് പോയി. അപ്പോൾ എന്താ പറയുക, കല്യാണ പെണ്ണിന് കൊടുക്കാനുള്ള ഗോൾഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ പിന്നെ എല്ലാം ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ അറിയാമല്ലോ, ജ്വല്ലറി പോയാൽ ഭയങ്കര പണിയായിരിക്കുമല്ലോ. പിന്നെ എന്താ പറയുക, സിസ്റ്റർ ഇൻ ലോ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കും എന്തെല്ലാം നോക്കാനുണ്ട്. എന്നിട്ട് അങ്ങനെ കൊടുക്കൽ വാങ്ങൽ, അങ്ങനത്തെ എന്താ പറയുക, പഴയത് കൊടുക്കുക, പുതിയത് വാങ്ങുക, അങ്ങനെ എന്തെങ്കിലുമെല്ലാം ഉണ്ടാവും. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന വള ഇതാണ്. അപ്പോൾ ഇത് കൊണ്ടുവന്ന് മദർ ഇൻ ലോക്കും എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. പിന്നെ അവിടെ തന്നെ ലഞ്ച്, നല്ല അടിപൊളി ഇറച്ചിച്ചോറെല്ലാം ഉണ്ടായിരുന്നു. മദർ ഇൻ ലോ സ്പെഷ്യൽ സൂപ്പർ ഇറച്ചിച്ചോറ്, അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ വന്നിട്ട് ഇതുവരെ ഇവിടെ മേലൊന്നും കയറി നോക്കിയില്ല കേട്ടോ. പിന്നെ എന്താ പറയുക, കല്യാണ പെണ്ണിൻ്റെ റൂമൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സെറ്റായി, എല്ലാം എന്താ പറയുക സെറ്റായിട്ടില്ല. എല്ലാം ഒന്ന് വാരി വിളിച്ചിട്ട പോലെ ഉള്ള ഫുൾ പണി നടക്കുകയാണല്ലോ. ഇനി കല്യാണത്തിന് കുറച്ച് ദിവസമേ ഉള്ളെങ്കിലും ലാസ്റ്റ് വരെ എന്തായാലും പണിയുണ്ട്. അപ്പം ഒന്ന് മേലെ കയറി. അപ്പോൾ പണിക്കാരെല്ലാം പോയി, ഇതിപ്പോൾ രാത്രിയായി കേട്ടോ. അങ്ങനെ അതെല്ലാം ഒന്ന് വീഡിയോ എല്ലാം എടുത്ത്. ഇപ്പോൾ റൂമൊന്നും സെറ്റായിട്ടില്ല. പിന്നെ ഇതിൻ്റെ റൂമും കാര്യങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു ഓൾറെഡി ഞാൻ സ്റ്റോറിയിലും എല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ ഇതാണ് റൂം. പണിയെല്ലാം നടക്കുന്നേ ഉള്ളൂ, കുറേ പണി ബാക്കിയുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഉള്ളിലൊന്നും അങ്ങനെ അധികം കയറിയിട്ടില്ല, ഫുൾ കച്ചറയും കാര്യങ്ങളെല്ലാം. ഇതാണ് ഹസൻ്റെ തറവാട് എല്ലാവരും അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും പോയി, ഇപ്പോൾ 2 ആളേ ഉള്ളൂ. 6 സിസ്റ്റേഴ്സായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ രാത്രി വീണ്ടും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ തന്നെ പാതിരാത്രി സമയം എന്തായാലും ഒരു 12-1 മണിയെല്ലാം ആയിട്ടുണ്ടാവും. അങ്ങനെ വീണ്ടും പിറ്റേന്ന് വേറൊരു രാവിലെ
വീണ്ടും ഇതാ ഞാൻ എൻ്റെ പണി തുടങ്ങി. ഇന്ന് പഴം വാട്ടിയതാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കിങ്ങനെ പുതിയ പാത്രങ്ങളെല്ലാം എടുത്ത് എന്തെങ്കിലും കുക്ക് ചെയ്യാനുള്ള ഇങ്ങനെ പൂതിയുണ്ട്, റീലെടുക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇതിൻ്റെ വീഡിയോ സ്റ്റോറി ഇട്ടപ്പോഴും എന്താ പറയുക റീലിട്ടപ്പോഴെല്ലാം എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പാത്രം ഇതേപോലത്തെ ഷേപ്പാണോ നീ ഫ്രൈ പാൻ കണ്ടിട്ട്. അപ്പോൾ അതേ ഇത് അങ്ങനെ തന്നെ ഷേപ്പാണ്. ഇത് ഇവിടുന്ന് വാങ്ങിയെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഹോം സെൻറ്റർ ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഇത് എൻ്റെ കായ് വട്ടിയതും ചായയെല്ലാം റെഡിയായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുട്ടികളെല്ലാം എണീക്കുമ്പോൾ ഉച്ചയെല്ലാവും. അപ്പോൾ അവർക്ക് എന്താ പറയുക പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കരുതേണ്ട ആവശ്യമില്ല. അപ്പം പിന്നെ നേരെ പോയി ലഞ്ച് കഴിക്കുക. നമ്മൾ ബ്രഞ്ചായിരിക്കും. പിന്നെ ഇതാരോ ഗസ്റ്റ് വന്നിട്ടുണ്ടായിന്. അപ്പോൾ അവർക്കുള്ള ജ്യൂസെല്ലാം പിന്നെ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വക കുറച്ച് വീഡിയോയും ഫോട്ടോ എടുക്കലും ഉണ്ടാവും. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് പിന്നെ ഇതാ നമ്മളങ്ങനെ ഉച്ചക്കേക്ക് ഇറങ്ങി എല്ലാവരും ഒന്ന് ഡ്രസ്സ് ചെയ്ത് ഇപ്പോൾ കണ്ണൂരാണ് പോകുന്നത്. അപ്പോൾ നമ്മളെ എന്താ പറയുക സ്ഥിരം റെസ്റ്റോറൻ്റാണ് MBK. കണ്ണൂരും തലശ്ശേരിയിലുള്ളവർക്ക് അറിയായിരിക്കും. അങ്ങനെ ഇത് അവിടെ എത്തി ഫ്രൈഡ് റൈസും പൊറോട്ടയും ചപ്പാത്തിയൊക്കെ ഓർഡർ ചെയ്ത് ലഞ്ചൊക്കെ കഴിഞ്ഞ് 2 ജ്യൂസെല്ലാം വാങ്ങി അതൊക്കെ കുടിച്ച് പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകുന്നത് എൻ്റെ സിസ്റ്റർ-ഇൻ-ലോൻ്റെ വീട്ടിലേക്കാണ്, ഹസ്സിൻ്റെ പെങ്ങള്. അപ്പോൾ ഓള് വീട്ടിൽ കൂടിയിട്ട് കഴിഞ്ഞ വെക്കേഷനാണെന്ന് തോന്നുന്നു. അപ്പോൾ അന്ന് നമ്മൾ നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ നാട്ടിൽ വന്ന സ്ഥിതിക്ക് പുതിയ വീടെല്ലാം ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് പോവാണ്. അപ്പോൾ ഇതാ അവിടെ എത്തി. നല്ല അടിപൊളി വീടാണ് കേട്ടോ. ഇതിൻ്റെ റീലും ഷോർട്ട് വീഡിയോ എല്ലാം ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവർ കാണാം. അപ്പോൾ ഇതാ അവിടെ എത്തി. അപ്പോൾ ഇതിൻ്റെ റീലും എന്താ പറയുക വീഡിയോ എല്ലാം കണ്ടിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല വീട്, മാഷാ അല്ലാഹ്, കുറേ അപ്ലോസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ ഓള് ചായയും എന്താ പറയുക കടിയെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ അവിടുന്ന് കുറേ കല്യാണത്തിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളും അതിൻ്റെ കുറേ വർത്താനവും ഇതെല്ലാം ആയി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ നിക്ഷാനിൽ വന്ന്. അപ്പോൾ എന്തോ TV നോക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് കയറിയത്. അപ്പോൾ ഹസ്സെല്ലാം TV നോക്കുന്ന സമയത്ത് നമ്മളെന്താ ചെയ്യുക, നമ്മൾ മെയിൻ നോക്കുക ഇങ്ങനെ കിച്ചണിലെ പാത്രങ്ങളും അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരിക്കുമല്ലോ. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങനെ അധികം ഇങ്ങനെയൊന്നും വാങ്ങിയിട്ടില്ല എന്ന് എൻ്റെ ഓർമ്മ. അങ്ങനെ അധികം വാങ്ങിയിട്ടില്ല, ഷോപ്പൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു നിക്ഷാനിൽ തന്നെ ഞാനിവിടെ ആദ്യമായിട്ട് വരാൻ തോന്നുന്നു. അപ്പോൾ അവിടെ എത്തിയ സ്ഥിതിക്ക് പിന്നെ കുറച്ച് പാത്രങ്ങളൊന്നും വീഡിയോ എടുത്തതേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞാൻ പറഞ്ഞല്ലോ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മരുവൻ്റെ ഒരു കഫേ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തി അവിടെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടിയൊക്കെ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കണം, വാഫിൾസും ജ്യൂസെല്ലാം. അപ്പോൾ അതൊക്കെ വാങ്ങി കുടിച്ചുകൊണ്ട് പിന്നെ നമ്മളെ സ്ഥിരം മോളുണ്ട്, ഡൗൺ ടൗൺ മോൾ. അപ്പോൾ അവിടെ പെങ്ങന്മാരെല്ലാം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവരെന്തോ ഷോപ്പിംഗ് തന്നെ വന്നതാണ്. അപ്പോൾ നമുക്കിങ്ങനെ മരുവൻ്റെ കുട്ടിക്ക് ഒരു ഡ്രസ്സ് നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തി. പിന്നെ ആ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് രാത്രി ഇതാ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കല്യാണം ആയിക്കഴിഞ്ഞാൽ ഈ കുടുംബക്കാരെല്ലാവരും ഇങ്ങനെ ഓരോ വീട്ടിൽ നിന്ന് ഇങ്ങനെ എന്താ പറയുക ഫുഡെല്ലാം കൊണ്ടുവരും, സ്നാക്സ് കൊണ്ടുവരും, ഡിന്നർ കൊണ്ടുവരും. അപ്പോൾ ഇന്നിങ്ങനെ ആരെല്ലോ കൊണ്ടുവന്ന നല്ല അടിപൊളി ഫുഡെല്ലാം ഉണ്ടായിരുന്നു ഇവിടെ. കോഴിത്തലയണിയും മക്രോണിയും പിന്നെ ചപ്പാത്തിയും. ഇപ്പോൾ ഇവിടെ എത്തിയ അമ്മ പറഞ്ഞ ഇത് എന്തെല്ലോ കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാവരും ഇരുന്ന് തിന്നോ എന്നെല്ലാം പറഞ്ഞ്. സത്യം പറഞ്ഞാൽ കുറേ ഇങ്ങനെ ഫുഡ് കണ്ടും തിന്നു. എന്താ പറയുക മസ്തായ പോലെ അവസ്ഥയുള്ളത്. അപ്പം ഇങ്ങനെ ആരെങ്കിലെല്ലാം വരും, അതുകൊണ്ട് തിന്നാനും ആൾക്കാരുണ്ടാവും, കൊണ്ടുവരാനും ആളുണ്ടാവും. മാഷാ അല്ലാഹ്, ഒരു കല്യാണമാകുമ്പോൾ ശരിക്കും ആ ഒരു മംഗലപ്പുര വൈബ് എന്ന് പറയുന്നത് തന്നെ എന്താ പറയുക നല്ല രസമാണ്. മംഗലാവുന്നവരായിരിക്കും നല്ല രസം, കഴിഞ്ഞാൽ പിന്നെ ആ ഒരു രസം അങ്ങ് പോയി. അപ്പം അതുവരെയുള്ള ഒച്ചയും ബഹളവും എല്ലാം കൂടി ആൾക്കാർ വരുത്തും. അങ്ങനെ ഇതാ നമ്മളവിടെ നിന്ന് ഡിന്നറെല്ലാം കഴിഞ്ഞ്. അപ്പോൾ എല്ലാവരും എന്താ പറയുക സമയമായതൊന്നും ആർക്കും ഓർമ്മയില്ല. അപ്പോൾ അത് രാത്രി വരെ എല്ലാവർക്കും പുറത്തിറങ്ങണം, എന്തൊക്കെയോ ആക്സസറീസ് വാങ്ങിക്കാനുണ്ട്, കല്യാണ പെണ്ണിനും ഉണ്ടാവും, പിന്നെ മരുമക്കൾക്കും എൻ്റെ മക്കൾക്കും എല്ലാം ഉണ്ട്. ധാവണിക്കെല്ലാം ഇടാനുള്ള എന്താ അതിൻ്റെ ആക്സസറീസ് നോക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ പലരും പല വഴിക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പം അങ്ങനെ കുറച്ച് പേര് ഇതെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോപ്പിൽ വന്ന് ഒരു 10-11 മണിയിലായിട്ടുണ്ടാവും. എന്നാലും ടൗണിലെല്ലാം നല്ല തിരക്കുണ്ട്. എത്ര വാങ്ങിയാലും വാങ്ങിയിട്ട് വന്നാലും പിന്നെ നാട്ടിലെത്തി കഴിഞ്ഞാൽ എല്ലാവരും വാങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ ഷോപ്പിൽ കയറിയാൽ നമുക്ക് എന്തെങ്കിലും ഒന്നുണ്ടാവും വാങ്ങിക്കാൻ. അതിപ്പോൾ എന്താ പറയുക എത്ര വാങ്ങിയാലും ഉണ്ടാവും, എല്ലാവർക്കും അങ്ങനെ തന്നെ. അപ്പോഴായിരിക്കും നമുക്ക് ഓരോന്ന് ഓർമ്മ വരിക. അങ്ങനെ അതെല്ലാം വാങ്ങി നമ്മളിതാ തിരിച്ച് വീട്ടിലെത്തി, എല്ലാവരെയും ഇറക്കി. ഇനിയിപ്പോൾ എന്താ സമയമായി, നമ്മൾ കിടന്നുറങ്ങേണ്ട എന്താ പറയുക ഫുൾ ടയേർഡായി.
പിന്നെ എല്ലാവരും ഓരോ വഴിക്ക് അവരവരെ വീട്ടിലേക്ക് പോയി, പെങ്ങന്മാരെല്ലാവരും. അങ്ങനെ നമ്മളും ഇതാ തിരിച്ച് കണ്ണൂരേക്ക് നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി നാളത്തെ വിശേഷങ്ങളും പരിപാടികളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും വീഡിയോയിൽ ഫുള്ളായിട്ട് കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും, ബൈ ബൈ.